നമസ്കാരം. സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെ പ്രിയപ്പെട്ട മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് വാട്സാപ്പ്. വെറുമൊരു മെസ്സേജിംഗ് ആപ്പ് എന്നതിനപ്പുറം ഉപഭോക്താക്കളുടെ നിത്യജീവിതവുമായി അത്രയേറെ അടുത്ത ബന്ധം വാട്സപ്പിന് ഉണ്ട്. ലോകത്തെ ഏറ്റവും അധികം വാട്സപ്പ് ഉപയോക്താക്കളുള്ള രാജ്യമാണ് ഇന്ത്യ. ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. അതിനാൽ തന്നെ ഇടയ്ക്കിടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പുതിയ ഫീച്ചറുകളും അപ്ഡേറ്റുകളും വാട്സപ്പ് കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇതുകൂടാതെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ വാട്സപ്പ് പഴയ സ്മാർട്ട് ഫോണുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കാറുണ്ട്. ഇപ്പോൾ സുരക്ഷാ നടപടികളുടെ ഭാഗമായി പഴയ ചില ഐഫോൺ മോഡലുകളിലുള്ള പിന്തുണ വാട്സപ്പ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. വാട്സപ്പ് ഇറക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ പലതും പഴയ സ്മാർട്ട് ഫോണുകളിൽ ശരിയായി പ്രവർത്തിച്ചു എന്ന് വരില്ല. ഈ സാഹചര്യത്തിലാണ് ഏറ്റവും മികച്ച യൂസർ എക്സ്പീരിയൻസും സുരക്ഷയും ഉപയോക്താക്കൾക്ക് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പഴയ ചില ഐഫോൺ മോഡലുകൾക്കുള്ള പിന്തുണ നിർത്താൻ വാട്സപ്പ് തയ്യാറെടുക്കുന്നത്. വാട്സപ്പ് സംബന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന വാബീച്ച ഇൻഫോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 2025 പഴയ iOS വേർഷനുകൾ ഉപയോഗിക്കുന്നവർക്കുള്ള പിന്തുണ വാട്സപ്പ് അവസാനിപ്പിക്കും. പ്രത്യേകിച്ചും iOS 15.1 മുമ്പുള്ള പഴയ പതിപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് 2025 നിശ്ചിത തീയതി മുതൽ ആപ്പ് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. നിലവിൽ iOS 12 അതിനുശേഷമുള്ള iOS വേർഷനുകൾ എന്നിവയെ വാട്സപ്പ് പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ പുതിയ തീരുമാനം നടപ്പാക്കുന്നതോടെ ഒപ്റ്റിമൽ പ്രവർത്തനത്തിനായി കുറഞ്ഞത് iOS 15.1 എങ്കിലുമുള്ള ഐഫോണുകളായിരിക്കണം. ഇത് ഉറപ്പാക്കാൻ ഉപയോക്താക്കൾക്ക് മതിയായ സമയം വാട്സപ്പ് നൽകുന്നുണ്ട്. അതായത് പിന്തുണ അവസാനിപ്പിക്കാൻ പോകുന്ന വിവരം വാട്സപ്പ് പുറത്തുവിട്ടു കഴിഞ്ഞു. 2025 മെയ് 5 ശേഷമാകും ഇത്തരത്തിൽ പഴയ iOS ഡിവൈസുകളിൽ വാട്സപ്പ് ലഭ്യമല്ലാതാവുക. ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞതിലൂടെ നിശ്ചിത സമയത്തിനുള്ളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ നടത്താൻ ഉപയോക്താക്കൾക്ക് സമയം ലഭിക്കും. അതായത് പുതിയ ഫോണിലേക്ക് മാറാൻ സമയം ലഭിക്കും. 2025 മെയ് 5 ശേഷം വാട്സപ്പ് അപ്ഡേഷൻ ലഭ്യമല്ലാത്ത ഐഫോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വരാനിരിക്കുന്ന ഈ മാറ്റം പ്രധാനമായും ഐഫോൺ 5s, ഐഫോൺ 6, ഐഫോൺ 6 പ്ലസ് എന്നിവയുടെ ഉപയോക്താക്കളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. കാരണം ഈ മോഡലുകൾ iOS 12.5.7 വരെ മാത്രമേ പിന്തുണയ്ക്കൂ. ഈ ഡിവൈസുകൾ ഒരു ദശാബ്ദത്തിന് മുമ്പ് പുറത്തിറങ്ങിയതാണ്. വളരെ കുറച്ച് വാട്സപ്പ് ഉപയോക്താക്കൾ മാത്രമേ ഈ പഴയ മോഡൽ ഐഫോണുകൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ പിന്തുണ നിർത്താനുള്ള വാട്സപ്പ് നീക്കം അധികം ഉപയോക്താക്കളെ ബാധിക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. അടിസ്ഥാന വാട്സപ്പ് ആപ്പിനും വാട്സപ്പ് ബിസിനസിനും ഈ മാറ്റം ബാധകമാണ്. കാരണം രണ്ടിന്റെയും അടിസ്ഥാന സിസ്റ്റം ആവശ്യകതകൾ ഒരുപോലെയാണ്. പുതിയ iOS അപ്ഡേറ്റുകളിൽ ഒരുപാട് പുതിയ ഫീച്ചറുകളും സാങ്കേതിക വിദ്യ പിന്തുണകളുമുണ്ട്. ഇവയുടെ പ്രയോജനം വാട്സപ്പ് ഉപയോക്താക്കൾക്കും ലഭ്യമാക്കുന്നതിനും വാട്സപ്പ് ഉപയോഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പഴയ iOS വേർഷനുകൾക്കുള്ള പിന്തുണ വാട്സപ്പ് അവസാനിപ്പിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പഴയ ഐഫോണുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവ മാറ്റാനും നിശ്ചിത OS പിന്തുണയുള്ള ഐഫോൺ മോഡലുകൾ ഉറപ്പാക്കാനും വാട്സപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്.